Class 6 ഗണിത പ്രകാശ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 2 ലൈൻസ് ആൻഡ് ആംഗിൾസ് ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്, ഇൻട്രൊഡക്ഷൻ പാർട്ട്. അതിൻ്റെ അകത്ത് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അതിൻ്റെ അകത്ത് വരുന്നത് പോയിന്റ്, ലൈൻ സെഗ്മെന്റ്, റേ, ആംഗിൾസ്. In this chapter we will explore some of the most basic ideas of geometry, including അതിൻ്റെ അകത്ത് വരുന്നതാണ് points, lines, rays, line segment and angles. These ideas form the building block of plane geometry. നമുക്കടെ ജോമെട്രിയിലെ ബിൽഡിംഗ് ബ്ലോക്ക് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ജോമെട്രിയുടെ ബേസിക്സ് ആണ് ഈ പോയിന്റ്സ്, ലൈൻസ്, റേ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ് ജോമെട്രിയിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനും ഈ ചെറിയ ചെറിയ ലൈൻസ്, റേസ്, ലൈൻ സെഗ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും. അതുപോലെ തന്നെ ജോമെട്രിയിൽ ഓരോ ഫിഗേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാനും നമുക്ക് ഇത് ആവശ്യമാണ്. ഇനി പോയിന്റ്, മാർക്ക് എ ഡോട്ട് ഓൺ എ പേപ്പർ വിത്ത് എ ഷാർപ്പ് ടിപ്പ് ഓഫ് പെൻസിൽ. നമ്മൾ പെൻസിലിന്റെ ടിപ്പ് വെച്ച് ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ടു. ഷാർപ്നറിന്റെ ടിപ്പ് ഷാർപ്പ് ആവും തോറും ഈ ഡോട്ട് ചെറുതായിക്കൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോൾ ഷാർപ്പൺ ചെയ്യാതെ പെൻസിലിന്റെ ടിപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് വലിയതായിരിക്കും. ഷാർപ്പൺ ചെയ്യും തോറും ആ ഡോട്ടിന്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ടൈനി ഡോട്ട് ആ പോയിന്റിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് തരും. അതുപോലെ തന്നെ നമ്മൾ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അതിന്റെ ലൊക്കേഷൻ പറയാൻ പറ്റും. പിന്നെ ഈ പോയിന്റിന്റെ പ്രത്യേകത, അതിന് ലെങ്ത് ഇല്ല, ബ്രെഡ്ത്ത് ഇല്ല, ഹൈറ്റ് ഇല്ല. പോയിന്റ് എന്ന് പറയുമ്പോൾ അതൊരു ലൊക്കേഷൻ റെപ്രസെന്റ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു പ്ലെയിൻ ബോർഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നടുക്ക് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് കറക്റ്റ് ബോർഡിന്റെ നടുക്കാണ് ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ സൈഡിലാണ് ഇട്ടേക്കുന്നത്, അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അതൊരു ലൊക്കേഷനെയാണ് കാണിക്കുന്നത്. അതിന് ലെങ്തോ ബ്രെഡ്ത്തോ ഹൈറ്റോ ഒന്നുമില്ല. സം മോഡൽസ് ഫോർ എ പോയിന്റ് ആർ ഗിവൺ ബിലോ. ഇതിന്റെ അകത്ത് കോമ്പസിന്റെ ടിപ്പ് അതെന്ന് പറയുന്നതും എന്താണ്, ഒരു പോയിന്റ് ആണ്. പിന്നെ ഷാർപ്പൺ എൻഡ് ഓഫ് ദ പെൻസിലിന്റെ അറ്റത്ത് ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതും ഒരു പോയിന്റ് ആണ്. പിന്നെ ദ പോയിന്റഡ് എൻഡ് ഓഫ് ദ നീഡിലിന്റെ സൂചിയൊക്കെ കോർക്കണതിന്റെ ഏറ്റവും അറ്റത്ത് വരുന്ന അതും ഒരു പോയിന്റ് ആണ് തന്നെ. ഇഫ് യു മാർക്ക് 3 പോയിന്റ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ യു മേ ബി റിക്വയർഡ് ടു ഡിസ്റ്റിങ്ക്വിഷ് ദീസ് 3 പോയിന്റ്സ്. നമ്മൾ 3 പോയിന്റ്സ് ഇതിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ നമുക്കിത് തിരിച്ചറിയണമല്ലോ. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പോയിന്റിനും ഓരോ പേര് കൊടുക്കാം. ഫസ്റ്റ് പോയിന്റിന് ടി എ, പിന്നത്തേന് പി എ, പിന്നത്തേന് സെഡ്. അപ്പൊ നമുക്ക് ഏത് പോയിന്റിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദീസ് പോയിന്റ്സ് ആർ റീഡ് ആസ് പോയിന്റ് ഇസഡ്, പിന്നെ പോയിന്റ് പി എ, പോയിന്റ് ടി എ. അപ്പൊ ഡോട്ട് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് പ്രിസൈസ് ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ ഏതാണെന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് പോർഷൻ വരുന്നത് ലൈൻ സെഗ്മെന്റ് ആണ്. നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അത് മടക്കി കഴിഞ്ഞിട്ട് അത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ലൈൻ പോകുന്നത്. ലൈൻ അല്ലെങ്കിൽ അവിടെ ഒരു നീളത്തിലൊരു വര പോലെ നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ലൈൻ സെഗ്മെന്റിന്റെയാണ്. അപ്പൊ നമ്മൾ നടുക്ക് വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫോൾഡഡ് പോർഷൻ കാണാൻ പറ്റും. അത് റെപ്രസെന്റ് ചെയ്യുന്നതും ലൈൻ സെഗ്മെന്റ് ആണ്. ലൈൻ സെഗ്മെന്റിന്റെ പ്രത്യേകത, അതിന് 2 എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. എല്ലാ ലൈൻ സെഗ്മെന്റിനും എത്ര എൻഡ് പോയിന്റ്സ് ഉണ്ട്? 2 എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഇതിൽ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ എ എന്നും രണ്ടാമത്തെ പോയിന്റിനെ നമ്മൾ ബി എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ എയും ബിയും നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം, ഇങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് ഫ്രം എ ടു ബി? എയിൽ നിന്ന് ബിയിൽ നിന്നുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് ഏതാണ്? ആ ഷോർട്ടസ്റ്റ് റൂട്ടിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് വരുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടാണ് ലൈൻ സെഗ്മെന്റ്. അതുപോലെ തന്നെ ഈ പോയിന്റ് എയും ബിയും, അതിലെ ആദ്യത്തെ പോയിന്റ്, ഇപ്പൊ എ ബി നമ്മൾ പേര് എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എയും എൻഡിങ് പോയിന്റ് ബിയും ആയിരിക്കും. അതുപോലെ തന്നെ ലൈൻ സെഗ്മെന്റിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് മുകളിൽ ഒരു വര മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഈ എ ബി എന്നും വേണമെങ്കിൽ നമുക്ക് പേര് വിളിക്കാം, ബി എന്നും അതിനെ പേര് വിളിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ either എ ബി ഓർ ബി എ. ദ പോയിന്റ്സ് എ ആൻഡ് ബി ആർ കോൾഡ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് എ ബി. ഇനി അടുത്തത് ലൈൻ. ഈ ലൈൻ സെഗ്മെന്റിനെ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ലൈൻ. അത് എൻലെസ് ആയിരിക്കും 2 ഡയറക്ഷനിലും. Imagine that the line segment from A to B is extended beyond A in one direction and beyond B in another direction. എയിൽ നിന്ന് ഒരു ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബിയിൽ നിന്നും ഡയറക്ഷനിൽ ഒരു എൻഡ് പോയിന്റ് കൊടുക്കാതെ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യണം വിത്തൗട്ട് എനി എൻഡ്. ദിസ് ഈസ് എ മോഡൽ ഫോർ എ ലൈൻ. അപ്പൊ ലൈനിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും ഇല്ല, എൻഡിങ് പോയിന്റും ഇല്ല.
ഡു യു തിങ്ക് യു ക്യാൻ ഡ്രോ എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് എ ലൈൻ? നമുക്കൊരു ലൈൻ കംപ്ലീറ്റ് പിക്ചർ വരയ്ക്കാൻ പറ്റില്ല, കാരണം അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഇല്ലാത്തതുകൊണ്ട് അത് എൻഡ്ലെസ്ലി നമുക്ക് പോവുകയാണ്. അപ്പൊ നമ്മളൊരു ബുക്കിന്റെ അകത്ത് വരച്ചാലും അത് അതിന്റെ ബുക്ക് കഴിഞ്ഞും നമുക്കത് വേണമെങ്കിൽ വരയ്ക്കാം. എ ലൈൻ ത്രൂ 2 points എ ബി ഈസ് റിട്ടൺ ബൈ. ഇപ്പൊ എ ബിയിൽ ലൈൻ ആണ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എൻഡിങ് പോയിന്റിൽ എന്തുണ്ടായിരിക്കും? ഓരോ ആരോ മാർക്ക് ഉണ്ടായിരിക്കും. ഇറ്റ് എക്സ്റ്റെൻഡ് ഫോർഎവർ ഇൻ ബോത്ത് ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലും അത് എക്സ്റ്റെൻഡ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഈ ലൈൻ സെഗ്മെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എം, ഇറ്റാലിക്സിൽ എം, എൽ, എൻ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് എൽ, എം എന്ന് വെച്ചും ഉപയോഗിക്കാറുണ്ട്. ഒബ്സർവ് ദാറ്റ് എനി 2 points ഡിറ്റർമിൻ എ യുണീക് ലൈൻ ദാറ്റ് പാസസ് ത്രൂ ബോത്ത് ഓഫ് ദം. അപ്പൊ ഏതെങ്കിലും രണ്ട് പോയിന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏത് പോയിന്റ് എഴുതിയാലും നമ്മൾ രണ്ട് ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതെന്താണ്? ലൈൻ ആണെന്നാണ്. ഇനി അടുത്തത് വന്നത് റേ. റേയുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, പക്ഷെ എൻഡിങ് പോയിന്റ് ഇല്ല. എൻഡിങ് പോയിന്റ് ഇല്ല എന്ന് കാണിക്കാൻ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ആരോ മാർക്ക് വെച്ച് ഡിനോട്ട് ചെയ്യും, ആരോ മാർക്ക് ഇടും. എ റേ ഈസ് എ പോർഷൻ ഓഫ് എ ലൈൻ ദാറ്റ് സ്റ്റാർട്ട് അറ്റ് വൺ പോയിന്റ് called starting point or initial point of a ray and goes on endlessly in a direction. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന എ ആണ്, ഇവിടെ എൻഡിങ് പോയിന്റ് ഇല്ല, ഇത് എൻഡ്ലെസ്ലി ഒരു ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാണ് റേയുടെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലൈറ്റ് ഹൗസ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ലൈറ്റ് വരുന്നത്, പിന്നെ ടോർച്ചിന്റെ ലൈറ്റ് എടുക്കുവാണെങ്കിൽ ടോർച്ചിന്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, പക്ഷെ ലൈറ്റ് എവിടം വരെ പോകുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ സൺറെ റേസിന്റെ അകത്തും സണ്ണിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അറിയാൻ പറ്റുള്ളൂ, അത് എവിടം വരെ പോകുന്നുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല. അടുത്തതിൻ്റെ അകത്ത് ലുക്ക് അറ്റ് ദ ഡയഗ്രാം ഓഫ് എ റേ. 2 points ആർ മാർക്ക്ഡ് ഓൺ ഇറ്റ്. ഇതിൻ്റെ അകത്ത് 2 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എ. ദ അതർ ഈസ് എ പോയിന്റ് പി ഓൺ ദ പാത്ത് ഓഫ് ദ റേ. ഈ റേയുടെ പാത്തിൽ വരുന്ന ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. അപ്പൊ റേനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? എ പി എന്ന് എഴുതിയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരോ ഇടില്ല, എൻഡിങ് പോയിന്റിൽ ആരും. അപ്പം ഒരു പോയിന്റ് ആണെങ്കിൽ നമ്മൾ ചുമ്മാ എന്ന് എഴുതും. ഒരു ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ നമ്മൾ എ പി മുകളിലൊരു ബാർ പോലെ വരയ്ക്കും. ഇനി അല്ലാതെ ലൈൻ ആണെങ്കിൽ നമ്മൾ അപ്പുറം ഇപ്പുറയും രണ്ട് ആരോ മാർക്ക് ഇടും. റേ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്നും എഴുതൂല, എൻഡിങ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആരോ മാർക്ക്. പിന്നെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ഫിഗർ ഇറ്റ് ഔട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ആംഗിൾ ഈസ് ഫൗണ്ട് ബൈ 2 rays ഹാവിങ് എ കോമൺ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ ആംഗിളിന്റെ പ്രത്യേകത അതിന് കോമൺ ആയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് അത് രണ്ട് റേകൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഒരു ആംഗിൾ കിട്ടുന്നത്. ആൻഡ് ആംഗിൾ ഈസ് ഫൗണ്ട് ബൈ 2 rays. 2 rays ആണ് വരുന്നത്. അപ്പൊ ബി ഡി എന്ന് പറയുന്ന ഒരു റേയും അതുപോലെ തന്നെ ബി ഇ എന്ന് പറയുന്ന ഒരു റേയും. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന് ഒരു കോമൺ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. Here is an angle found by the ray BD and BE where B is a common starting point. B എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. The point B is called the vertex of the angle. ഈ ആംഗിളിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ബി ആണ് വരുന്നത്. അതിന്റെ റേ എന്ന് പറയുന്നതാണ് ബി ഡിയും ബിഇയും. ഈ റേ ബി ഡിയും ബിഇനെ നമ്മൾ വിളിക്കുന്നതാണ് ആംസ്. ആംസ് ഓഫ് ദ ആംഗിൾ. ആംഗിളിന്റെ ആംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബി ഡിയും ബിഇയും ആണ്. അത് എന്തുമാണ്? റേയും ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? വെർട്ടെക്സ് ആണ്. ഈ വെർട്ടെക്സ് എന്ന് പറയുന്നതാണ് റേ ആംഗിളിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. The point B is called the vertex. The ray BD and BE are called the arms of the angle. How can we name this angle? ഇതിനെ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ബി ഡി എന്ന് പറയുന്ന റേയും ഡി ബി എന്ന് പറയുന്ന റേയും രണ്ട് ഡിഫറെന്റ് ആണ്. ഇതൊരിക്കലും ഈക്വൽ ആവില്ല. കാരണം ബി ഡിനെ സംബന്ധിച്ച് ബി എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റും ഡി ബിനെ സംബന്ധിച്ച് ഡി ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റും വരെ. അപ്പൊ നമുക്ക് റേയുടെ കാര്യത്തിൽ പേര് മാറ്റി കൊടുക്കാൻ പറ്റില്ല. We can simply use the vertex and say it is the angle B. നമുക്ക് ഇതിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പേര് വിളിക്കാം? ബി എന്ന് പറയുന്ന ആംഗിളാന്ന് പറയാം. മിഡിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ വെർട്ടെക്സിൽ കിടക്കുന്ന ഏത് ആൽഫബറ്റ് ആണോ അതിനെ ചേർത്താണ് നമ്മൾ അതിന് പേര് കൊടുക്കുന്നത്. To be clearer, we use a point on each of the arms together with the vertex to name the angle. In this case, we name the angle. ഇവിടെ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? ഡി ബി ഇ എന്ന് പേര് കൊടുക്കാം. ഒന്നുകിൽ ആംഗിൾ ബി എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ ഡി ബി എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇ ബി ഡി എന്നും കൊടുക്കാം.
ഇയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി പോയി ഡി. എല്ലാത്തിൻ്റെയും നടുക്ക് കിടക്കുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബി ആയിരിക്കും. ആംഗിള് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ഈ സിമ്പിളാണ് വരുന്നത്. വെർട്ടെക്സ് എപ്പോഴും മിഡിൽ ലെറ്റർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടു ഇൻഡിക്കേറ്റ് ആൻ ആംഗിൾ വി യൂസ് എ സ്മോൾ കർവ് അറ്റ് ദ വെർട്ടെക്സ്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു ആംഗിളിനെ കാണിക്കാനായിട്ട് നമ്മൾ വെർട്ടെക്സിൻ്റെ അവിടെ ഒരു കർവ് പോലെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടേണിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റൊട്ടേഷൻ അനുസരിച്ചാണ് നമ്മൾ ഇതിന് ആംഗിളിന് പേര് കൊടുക്കുന്നത്. ഓക്കെ, ബൈ.